അത്ഭുത നാണയം. ജീവിതത്തിലാദ്യമായി ടോട്ടോച്ചാന് പൈസ കളഞ്ഞു കിട്ടി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള തീവണ്ടി യാത്രയ്ക്കിടയിലായിരുന്നു സംഭവം. ജിയു ഗോഗയിൽ നിന്ന് പതിവ് പോലെ അവൾ ഒയ്മാച്ചി ട്രെയിനിൽ കയറി. അടുത്ത സ്റ്റേഷനായ മിതോരി ഗോഗയിൽ എത്തുന്നതിന് മുമ്പായി വല്ലാത്ത ഒരു വളവുണ്ട്. അവിടമെത്തുമ്പോൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ട്രെയിൻ ഒന്ന് ആടി ഉലയും. തെന്നി വീഴാതിരിക്കാൻ അവൾ കാല് നന്നായി തറയിൽ ഉറപ്പിച്ചായിരിക്കും നിൽക്കുക. തീവണ്ടിയുടെ പിൻഭാഗത്തായി വലതുവശത്തെ വാതിലിനരികിലാണ് അവളുടെ പതിവ് സ്ഥാനം. വാതിൽ അഭിമുഖമായി പുറത്തെ കാഴ്ചകൾ കാണാൻ പാകത്തിൽ. അവൾക്കിറങ്ങേണ്ട പ്ലാറ്റ്ഫോം വലതുവശത്താണ്. മാത്രമല്ല, പിന്നിലെ ആ വാതിലിൽ കൂടി ഇറങ്ങിയാൽ തൊട്ടടുത്താണ് സ്റ്റേഷൻ കവാടം. അന്നേ ദിവസവും തീവണ്ടി ചാഞ്ഞുലഞ്ഞ് കടകടാ ശബ്ദത്തോടെ വളവ് കടക്കുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ പാദത്തെ അരികിലായി നാണയത്തൊട്ടുപോലെ എന്തോ ഒന്ന് ടോട്ടോച്ചാൻ കണ്ടു. മുമ്പൊരിക്കൽ ഇതുപോലെ നാണയമെന്ന് കരുതി തറയിൽ നിന്നെടുത്തത് ഒരു ബട്ടണായിരുന്നു. അക്കാര്യം ഓർത്തപ്പോൾ ഇത്തവണ നന്നായി നോക്കി ഉറപ്പുവരുത്തേണ്ടത് ഉണ്ടെന്ന് അവൾ നിശ്ചയിച്ചു. ട്രെയിനിൻ്റെ ഗതി നേരെയായി. തല താഴേക്ക് കുനിച്ച് പാദങ്ങൾക്കരികിലായി കണ്ണ് നന്നായി ഉറപ്പിച്ച് അവൾ ശ്രദ്ധിച്ചു. ഉറപ്പായും അതൊരു നാണയം തന്നെ. 5 സെൻറ്റിൻ്റെ ഒരു തുട്ട്. അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണതായിരിക്കും. അവൾ നിമിഷ നേരം ആലോചനയിൽ മുഴുകി. തീവണ്ടി ഒരു വശം കൊണ്ട് ചരിഞ്ഞപ്പോൾ തൻ്റെ ചാരത്തേക്ക് ഉരുണ്ടു വന്നതാകാം. പക്ഷേ എങ്ങനെ? ടോട്ടോച്ചാൻ്റെ അടുക്കലൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളാകെ ആശയക്കുഴപ്പത്തിലായി. പണം കളഞ്ഞു കിട്ടിയാൽ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ആരോ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അവൾ ഓർത്തു. പക്ഷേ തീവണ്ടിക്കുള്ളിലെവിടെ പോലീസ് ഇരിക്കുന്നു? അപ്പോഴേക്കും വാതിൽ തുറന്ന് ടിക്കറ്റ് കണ്ടക്ടർ ടോട്ടോച്ചാൻ്റെ ബോഗിയിലെത്തി. അവൾ പെട്ടെന്നുള്ള ഒരു നീക്കത്തോടെ നാണയം തൻ്റെ വലത് കാൽപാദത്തിലേക്ക് കീഴിലാക്കി. അങ്ങനെ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്തെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. പരിചയക്കാരനായ കണ്ടക്ടർ കൊച്ചു ടോട്ടോയെ കണ്ട് ഒരു ചിരി പാസാക്കി. പക്ഷേ കാൽക്കീഴിലെ നാണയത്തെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് ആത്മാർത്ഥമായ ഒരു ചിരി തിരിച്ച് സമ്മാനിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നന്നേ കഷ്ടപ്പെട്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അപ്പോഴേക്ക് തീവണ്ടി അവൾക്കിറങ്ങേണ്ടതിന് തൊട്ടു മുമ്പുള്ള സ്റ്റേഷനായ ഊഗായാമയിൽ എത്തിയിരുന്നു. വലതുവശത്തെ വാതിലാണ് തുറന്നത്. പതിവിന്മേറെ ആളുകൾ തള്ളിക്കയറി. ഉന്തും തള്ളുമൊക്കെ കിട്ടിയെങ്കിലും വലതുകാൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് നിന്ന് ചലിപ്പിക്കാൻ അവൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. കൊച്ചു ടോട്ടോ കടുകിടെ അനങ്ങാതെ വിഷണ്ണമായ ഒരു മുഖഭാവത്തോടെ അങ്ങനെ നിന്നു. ആ നിൽപ്പിൽ നിന്ന് അവൾക്ക് ആലോചിക്കാൻ തുടങ്ങി. ഇനി എന്താണ് ചെയ്യുക? വേണമെങ്കിൽ ഇറങ്ങാൻ നേരം നാണയമെടുത്തൊരു പോലീസുകാരനെ ഏൽപ്പിക്കാം. പക്ഷേ മറ്റൊരു ചിന്ത അവളെ അലട്ടി. കാൽക്കീഴിൽ നിന്ന് നാണയമെടുക്കുന്നത് മുതിർന്ന ആരെങ്കിലും കണ്ടാലോ? താനൊരു കള്ളിയാണെന്ന് അവർ ധരിക്കും. മുതിർന്നവരെ സംബന്ധിച്ച് 5 സെൻ ഒരു വലിയ തുകയും ആയിരുന്നില്ലെങ്കിലും കൊച്ചു ടോട്ടോയുടെ കൊച്ചു ലോകത്തിൽ അത് വളരെ വലുതായിരുന്നു. എന്നല്ല, അക്കാലത്ത് അത്രയും പണം കൊണ്ട് ഒരു കവർ നിറയെ കാരമലോ ഒരു വലിയ ചോക്ലേറ്റോ ഒക്കെ കിട്ടുകയും ചെയ്യും. കാൽക്കീഴിലെ 5 സെൻ നാണയം അവളെ നന്നേ വിഷമിപ്പിക്കുക തന്നെ ചെയ്തു. ഉവ്, അത് തന്നെയാ വിദ്യ, അവൾ സ്വയം പറഞ്ഞു. ശോ, പൈസ കയ്യിൽ നിന്ന് വീണല്ലോ, എനിക്കത് എടുക്കണം എന്നങ്ങ് ഉറക്കെ പറയുക. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും പൈസ എൻ്റെയാണെന്ന്. പൊടുന്നനെ മറ്റൊരു പ്രശ്നം കടന്നു വന്നു. ഞാനങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കും, ഉറപ്പാ. അപ്പോൾ ആരേലും അത് എൻ്റെയാന്ന് പറഞ്ഞാലോ? അയ്യോ, അന്നേരം ഞാനെന്താ ചെയ്യുക? ടോട്ടോച്ചാൻ പല വഴികളും ആലോചിച്ചു. ഒടുവിൽ തീരുമാനിച്ചു, തനിക്കിറങ്ങാനുള്ള സ്റ്റേഷൻ അടുക്കുമ്പോൾ ഷൂലേസ് കെട്ടാനെന്ന ഭാവത്തിൽ കുനിയുക, നാണയം പരമരഹസ്യമായി കൈക്കലാക്കുക. ആ പദ്ധതി ഏതായാലും വിജയത്തിലെത്തി. കയ്യിൽ മുറുകെ പിടിച്ച 5 സെൻ നാണയവുമായി പ്ലാറ്റ്ഫോമിൻ്റെ പടികളിറങ്ങുമ്പോൾ അവൾ ആകെ വിയർത്തിരുന്നു. ഒരുപാട് ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ ചെന്ന് പൈസ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടിലെത്താൻ വൈകും. തന്നെ കാണാഞ്ഞ അമ്മ വിഷമിക്കുകയും ചെയ്യും. പ്ലാറ്റ്ഫോമിൻ്റെ പടികളിറങ്ങുമ്പോൾ അവൾ
ചുഴിഞ്ഞാലോചിച്ചു. ഞാനിത് രഹസ്യമായി ഒരിടത്ത് കൊണ്ടുവയ്ക്കും. അവൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. എന്നിട്ട് നാളെ സ്കൂളിൽ കൊണ്ടുചെന്ന് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരോടും ചോദിക്കും. ഒന്നില്ലെങ്കിലും എല്ലാവരും കാണിക്കാൻ എങ്കിലും ചെയ്യാമല്ലോ. ആൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല ഒരു നാണയം. പക്ഷേ എവിടെയാണ് ഇതെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക? അവൾക്കൊരു രൂപമുണ്ടായിരുന്നില്ല. വീട്ടിൽ കൊണ്ട് ചെന്നാൽ ടോട്ടോച്ചാൻ നിനക്കിത് എവിടെ നിന്ന് കിട്ടി എന്നോ മറ്റോ അമ്മ ചോദിച്ചേക്കും. വേണ്ട, മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കാം. ടോട്ടോച്ചാൻ സ്റ്റേഷന് സമീപമുള്ള പൊന്തയിലേക്ക് നുഴഞ്ഞു കയറി. അവിടെ നിന്നാൽ അവളെ ആർക്കും കാണാനാവില്ല. മാത്രമല്ല ആരോടും അങ്ങനെ കടന്നു ചെല്ലാൻ ഇടയില്ലാത്ത സ്ഥലവുമാണ്. തീർത്തും സുരക്ഷിതം. അവൾ മരക്കൊമ്പ് കൊണ്ട് ഒരു കൊച്ചു കുഴിയെടുത്ത് അമൂല്യമായ ആ 5 സെന്റ് നാണയം അതിൽ നിക്ഷേപിച്ചു. കുഴി മണ്ണിട്ട് മൂടി. വിചിത്രാകൃതിയിലുള്ള ഒരു കല്ല് സംഘടിപ്പിച്ച് തൻ്റെ രഹസ്യസ്ഥാനത്ത് അടയാളമായി സ്ഥാപിക്കുകയും ചെയ്തു. ശേഷം മിന്നൽ വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. ഉറങ്ങാൻ നേരായി കുട്ടി എന്ന് അമ്മ ഓർമ്മിപ്പിക്കുവോളം ടോമോ വിശേഷങ്ങളിൽ മുഴുകിയിരിക്കാറുള്ള ടോട്ടോച്ചാൻ പക്ഷേ അന്ന് രാത്രി കൂടുതൽ സംസാരിച്ചില്ല. പതിവിലും നേരത്തെ ഉറക്കമായി. വളരെ ഗൗരവപ്പെട്ട എന്തോ കാര്യം തനിക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് പുലർച്ചയ്ക്ക് അവൾ ഉണർന്നത്. പെട്ടെന്ന് രഹസ്യനിധിയുടെ കാര്യം ഓർമ്മ വന്നു. അവൾക്ക് പെരുത്ത സന്തോഷം തോന്നി. പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി റോക്കിയും ടോട്ടോച്ചാനും കുറ്റിക്കാട്ടിലെ രഹസ്യസ്ഥാനത്തേക്ക് കുതിച്ചു. ഹായ്, ഇവിടെ തന്നെ. കല്ലടയാളം തലേന്ന് വെച്ചതുപോലെ തന്നെയുണ്ട്. ഞാനേ നിനക്കൊരു രസമുള്ള കാര്യം കാണിച്ചു തരാട്ടോ. കല്ലെടുത്തു മാറ്റി ശ്രദ്ധയോടെ അവിടം കുഴിച്ചുകൊണ്ട് അവൾ റോക്കിക്കുട്ടനോട് പറഞ്ഞു. പക്ഷേ കുഴിച്ചിട്ടും നാണയം മാത്രം കാണാനില്ല. എന്ത് അത്ഭുതം! 5 സെന്റ് നാണയം അപ്രത്യക്ഷമായിരിക്കുന്നു. അവൾക്ക് മുമ്പൊരിക്കലും ഇത്രയേറെ അമ്പരപ്പ് തോന്നിയിട്ടില്ല. താൻ അത് ഒളിപ്പിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടുവോ? അതോ കല്ല് നീങ്ങിപ്പോയതാണോ? അവൾ ചുറ്റുപാടും കുഴിച്ചു നോക്കി. തൻ്റെ 5 സെന്റ് നിധി മാത്രമില്ല. ടോമോയിലെ കൂട്ടുകാരെ തനിക്കത് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതോർത്തപ്പോൾ അവൾക്ക് നിരാശ തോന്നി. നിരാശയിലേറെ ആശ്ചര്യവും. നാണയം കാണാതായതെങ്ങനെ? ആ നിഗൂഢ രഹസ്യം അവൾക്ക് പിടികിട്ടിയതേയില്ല. അതിനുശേഷം അതുവഴി കടന്നു പോകുമ്പോഴെല്ലാം കൊച്ചു ടോട്ടോ പൊന്തയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറും. അവിടം കുഴിച്ചു നോക്കും. പക്ഷേ പിന്നീട് ഒരിക്കലും അപ്രത്യക്ഷമായ ആ 5 സെന്റ് അവൾക്ക് കണ്ടെത്താനായില്ല. ചിലപ്പോൾ കുഴിയാന തിന്നു കാണും. അവൾ വിചാരിക്കും, സ്വപ്നത്തിലായിരിക്കോ ഞാനത് കുഴിച്ചിട്ടെ. വീണ്ടും അവൾ കാരണങ്ങൾ അന്വേഷിക്കും. ഓ, നാണയം ഒളിപ്പിക്കുമ്പോൾ ദൈവം കണ്ടിട്ടുണ്ടാവും. എത്രയൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടും അവൾക്കത് വല്ലാത്തൊരു വിസ്മയമായി തുടർന്നു. പിന്നീട് ഒരിക്കലും ടോട്ടോച്ചാൻ അത് മറന്നില്ല. അത്രയേറെ ദുരൂഹമായിരുന്നു, അപൂർവമായിരുന്നു ആ നാണയത്തിൻ്റെ തിരോധാനം.